GJ Gold and Diamonds ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 30 വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 100 ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും. ഏവർക്കും GJ Gold and Diamonds ഓണാശംസകൾ. GJ Gold and Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് സംരക്ഷണത്തിനും വികസന വിരോധികൾക്കെതിരായും ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ബഹുജന സദസ്സ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നാടിന്റെ പൊതുസ്വത്ത്. ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വികസന വിരോധികൾക്കെതിരെ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചത്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ബഹുജന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരിയുടെ കായിക രംഗത്തെ മുന്നേറ്റം ലക്ഷ്യം വെച്ച് നാടിന്റെ പൊതുസ്വത്തായ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് നവീകരിക്കുന്നതിനായി MLA സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ ആസ്തി വികസന ഫണ്ടും സംസ്ഥാന കായിക വകുപ്പിന്റെ ഫണ്ടും പ്രയോജനപ്പെടുത്തി ആവിഷ്കരിച്ച പദ്ധതി ജനപിന്തുണയോടെ നടപ്പിലാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മ രൂപപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രൗണ്ടിന്റെ സ്ഥലം പൊതുസ്ഥലമാണ്. ആ ഗ്രൗണ്ടിന്റെ സ്ഥലം ഗ്രൗണ്ടിന് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പൊതുവായി നമ്മുടെയൊക്കെ തന്നെ ആഗ്രഹം. അതുകൊണ്ട് ചുറ്റുപാടുമുള്ള ആളുകൾക്ക് എതിരല്ല ഗ്രൗണ്ടിന്റെ വികസനം. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിൽ സ്ഥലത്തെ ചില UDFന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ തെറ്റിദ്ധാരണജനകമായ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനും വികസന മുടക്കികളാണ് ഞങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വികസന മുടക്കികളാകണം എന്ന് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള നിലപാട് സാമാന്യ ജനത്തിന് യോജിച്ചതാണോ എന്നുള്ളത് അവര് തന്നെ സ്വയംവിമർശനത്തിന് വിധേയമാക്കേണ്ടതാണ്. എന്താ വസ്തുത? ഞങ്ങളാരും ഈ പ്രവർത്തനം തടയാൻ വേണ്ടി വന്നിട്ടില്ല. അതിന്റെ ടെക്നിക്കലായിട്ടുണ്ടായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള തടസ്സത്തിന്റെ ഭാഗമായി ആളുകൾ പറഞ്ഞു ഇങ്ങനെയല്ല പണിയേണ്ടത്. ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ചുറ്റുപാടുമുള്ള ആളുകളാണ്, ഈ ഗ്രൗണ്ടിനെ സ്നേഹിക്കുന്ന ആളുകളാണ് അങ്ങനെ പറഞ്ഞത്. അതല്ലാതെ സേവ്യർ ചിറ്റിലപ്പിള്ളിയോ PN സുരേന്ദ്രനോ ഈ പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്ന രീതിയിൽ ഇപ്പൊ വാചാലമായി പ്രസംഗിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ പ്രസംഗിക്ക് പോവാ വേണ്ടോ? ഇവിടെ ഗ്രൗണ്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. നമ്മുടെ നാടിന്റെ വികസനമാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ആ നാടിന്റെ വികസനം പ്രധാനമായി ലക്ഷ്യപ്പെടുമ്പോ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഇപ്പോ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളുടെ കാലത്ത് അനുവദിച്ച സംഖ്യ അത് നിർവ്വഹണം നടത്താൻ നിങ്ങൾ അനുവദിച്ചില്ല. ആരാണ് നിങ്ങൾ? ഞങ്ങൾ ആരെങ്കിലും പദ്ധതി പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? വ്യക്തമാക്കാൻ തയ്യാറാവണം. എന്തെങ്കിലും പറഞ്ഞ് DYFIക്കാരാണ്, MLA ആണ്, ഏരിയ സെക്രട്ടറി ആണ് എന്നൊക്കെ തന്നെ തെറ്റായ രീതിയിലുള്ള പ്രചരണം കൊടുക്കുന്ന ആളുകളുണ്ട്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ സദസ്സിന് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് CR നിഷാദ്, വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NT ബേബി, പൊതുപ്രവർത്തകൻ MJ ബിനോയ് എന്നിവർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. NK പ്രമോദ് കുമാർ, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന ശശി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷയായ AM ജമീല ടീച്ചർ, നഗരസഭാ കൗൺസിലർമാരായ KU പ്രദീപ്, KA വിജേഷ്, സരിത ദീപൻ, ധന്യ നിതിൻ, രമ്യ സുന്ദരൻ, മല്ലിക സുരേഷ്, SB ഐശ്വര്യ എന്നിവരും പൊതുപ്രവർത്തകരായ TR രജിത്, മിനി അരവിന്ദൻ, PN അനിൽകുമാർ, ജിതിൻ ജോസ് തുടങ്ങിയവരും പങ്കെടുത്തു. VCB ന്യൂസ്, വടക്കാഞ്ചേരി.